എന്താ ഏറ്റങ്ങളൊരു അവസ്ഥ വയ്ക്കുകയാണ് നിങ്ങൾ. 2015-16 ആ ടൈമിലൊക്കെ ഇവരെ സദസ്സെന്തേനി ആള് നിറഞ്ഞ് കവിയേനി. ഇപ്പോഴാണെങ്കിലോ നോക്കിയാൽ നിങ്ങൾ 8 ആൾ 10 ആൾ 12 ആൾ 13 ആൾ. ഇതിനു വേണ്ടിയിട്ടാണ് ഈ നേരം വെളുക്കുമ്പോൾ തന്നെ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ചാറ്റിയും നൂലും പന്തലും കസാലയും. ആ സൗണ്ട് ഉണ്ടല്ലോ നിങ്ങൾ 2 സൈഡിലും നോക്കിയിട്ട് അവിടെ കസാലമേ ഇരിക്കുന്ന ആളുടെ എണ്ണത്തിനെക്കാട്ടിലും സൗണ്ട് ഉണ്ട്. ഒന്ന് ആലോചിക്കുക നിങ്ങൾ. ഇതാണ് നമ്മൾ ആലിമീങ്ങളൊരു ദീർഘദൃഷ്ടി. ഇറ്റങ്ങളെ മെയിൻ്റെ തന്നെയില്ല. പിന്നെ നമ്മളെ പോലത്തെ ചെറിയ ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇവരെ പൊട്ടത്തരങ്ങളും കക്കലും മുക്കലും നക്കലും ഇതൊക്കെ കൂടി ഇങ്ങനെ പുറത്തേക്ക് വിട്ടപ്പം, വൈരുദ്ധ്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വിട്ടപ്പം ആളുകൾ മനസ്സിലാക്കി ഇതിറ്റങ്ങളെ കൂടിയിട്ട് കാര്യമില്ല. ഇതിറ്റങ്ങളെ കൂടെ കൂടിയാൽ ദീനും ഉണ്ടാവില്ല ദുന്യാവും ഉണ്ടാവില്ല. ദുന്യാവ് മുഴുവൻ ജയിക്കിന് കാണിക്കണം. ദീനാണെങ്കിലോ ഈ ജാതി ഈബത്തും നമീമത്തും തെറിയും പറഞ്ഞ ആൾക്കാരെ കേട്ടിട്ടുണ്ടെങ്കിൽ മരിച്ചാണ് ചെന്നാൽ മതിയാവും. കോമാണ്ടി സുലൈമാണ്ടി മീരാണ്ടി ഒന്നും അപ്പം ഉണ്ടാവില്ല. അവ രണ്ടും ഇല്ല. ഓരോ ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വലിയ കഷ്ടമായിട്ടുള്ളപ്പോൾ വീട് ഒന്നിക്ക് വിറ്റ് വാടക വീട്ടിലാണ്, അല്ലെങ്കിൽ ആധാരം പണയം വെച്ചിക്കാണ്. പെണ്ണുങ്ങളെ കുട്ടികളെ പണ്ടം മുഴുവൻ പണയം വെച്ചിക്കാണ്. ഈ കോലത്തിലാണ്. എന്താ ചെയ്യുക? കൊമാണ്ടി ഇങ്ങനെ പറയും, ഓനിങ്ങനെ സർക്കിറ്റ് അടിച്ചണ്ടേ, ഗ്ലോബൽ വില്ലേജിൽ പോകണം, ദുബായിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, ബാംഗ്ലൂർ പോകണം. ഇതിങ്ങനെ വേനക്കുപ്പായിട്ട് നടക്കല്ലേ. അതിന് വേണ്ടി പൈസ കൊടുന്നാൽ ഒന്നിക്ക് സ്വർണ്ണം സ്വന്തം കൊണ്ടു കൊടുക്കുക. ഇനി സ്വർണ്ണം സ്വന്തം അല്ലെങ്കിൽ ആരാൻ്റെ കട്ടെടുത്താണ്ട് തന്നെ കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്വല്ലറി പറ്റി പറഞ്ഞാണ്ട് പണിയും പറഞ്ഞാണ്ട് വാങ്ങി കൊണ്ടു കൊടുക്കുക. ഇതന്നെ എന്താ ഒരു കഥകളൊന്ന് ആലോചിക്കാൻ. ഓ വല്ലാത്ത ജാതിയിലെ എന്താല്ലേ ഇങ്ങനെ ഉണ്ടാവും ഒരു കൗമ്. നമ്മളിപ്പോൾ ഇത്രയും കാലം ഇവിടെ നമ്മൾ ജീവിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ടീമിനെ കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് കള്ളത്തൊരീക്കത്താർ ഇവിടെ വന്ന് പോയിക്കണേ. ഇത് കള്ളത്തൊരീക്കത്തെന്ന് പറഞ്ഞാൽ പോരെ, കള്ളന്മാർ, കാട്ടുകള്ളന്മാർ, സ്വർണ്ണം വരെ കട്ടുണ്ടോണ ആൾക്കാർ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കണം. ഒരു തൊരീക്കത്തിൻ്റെ പേരിൽ സ്വർണ്ണം കക്കുക, അല്ലെങ്കിൽ ആൾക്കാരെന്ന് പൈസ പറ്റി പറഞ്ഞ് വാങ്ങുക. നിങ്ങൾ ആലോചിച്ചോക്കി. സ്വന്തം നാട്ടിൽ വരെ ശരിക്കും നിൽക്കാൻ വയ്യ. ഇന്നലെ ഇപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ്, ഈ പാലും കുപ്പി ഉണ്ടല്ലോ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാനത്തിൽ വന്ന്, ആ പാലും കുപ്പി നാട്ടിൽ വന്നാൽ മാസ്ക് ഇട്ടാണ് നടക്കുക. നാട്ടിൽ വന്നാലും മാസ്ക് ഇട്ട്, കാരണം ആൾക്കാർ കാണാൻ പറ്റില്ല. ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അവൻ മറ്റാ കള്ളന്മാരെ കൂടെയാണല്ലോ എന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് മാസ്ക് ഇട്ടാണല്ലോ ആ പാലും കുപ്പി നടക്കൽ. ശരിക്കും സ്വന്തം നാട്ടിലിട്ടേക്ക് നടക്കാൻ പറ്റുക. കാരണം അജ്ജാതി തോന്നിയാസം തെറിയും ഒരു പാച്ച പൊട്ടത്തരങ്ങളും വൈരുദ്ധ്യങ്ങളും പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ കൂടെ ഇവനല്ലാതെ നടക്കുമോ എന്ന് ആൾക്കാർ മനസ്സിലാക്കൂലേ. എന്നിട്ട് മാസ്ക് ഇട്ട് നടക്കുക നാട്ടിൽ. ചില ആൾക്കാരുടെ ഭാര്യമാരെന്നേറ്റങ്ങൾ ഒഴിവാക്കി പോയിക്കണം ഈ ജാതി പേച്ച ആശയം കൊണ്ട് നടന്നിട്ട്. നമുക്കറിയാം, ഇതൊന്നും വെറുതെ പറയില്ല കേട്ടോ, ഇതിനൊക്കെ അടിസ്ഥാനമുണ്ട്. ഞാൻ അറിയുന്നതാണ് പലരെയും. പല ഭാര്യമാരൻ എന്ത് ചെയ്തിക്കാണ് ഇവർ ഒഴിവാക്കി പോയിക്കണം. എന്നിട്ട് ആശ്രമത്തിൽ അവിടെയൊക്കെ കൈയാണ്. അതുപോലെ ചില ആൾക്കാരെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടുകയാണ്. അനജാതി പേച്ച ആശയം കൊണ്ട് കണ്ട് എങ്ങനെ വീട്ടിൽ നിർത്തുക? ഏറ്റവും കടുത്ത കുഫ്രിയത്തിൻ്റെയും മുഅ്തസിലത്തിൻ്റെയും വാദം പേരെടുക്കുന്ന ആൾക്കാർ വീട്ടിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പകരൂലേ. അപ്പം വീട്ടിലേക്ക് ഈ പടി കയറെടുത്ത് പറഞ്ഞ് വായിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ ഇതൊക്കെ കൂടി കൂട്ടിയാലിപ്പോൾ ഉണ്ടാവും എത്ര? 15, 20, 25 കൊണ്ടിട്ടോ. അത് ഞാൻ ഇങ്ങനെ പരമങ്ങൾ വിചാരിച്ചേണ്ടതൊക്കെ കൂടി അപ്പോൾ തോന്നേണ്ടി വിചാരിച്ചണ്ട. ഇതൊക്കെ കൂടി കണക്കൂട്ടിയാൽ ഉണ്ടാവുക 16, 17, 18 ആൾക്കാർ. അതേ ആകുള്ളൂ. പിന്നെ ഏതൊക്കെ കവലകളിൽ എന്തെങ്കിലും പരിപാടി വെക്കുമ്പം ചിലപ്പോൾ അവിടെ പായസമോ അല്ലെങ്കിൽ പിന്നെ ചോറൊക്കെ വെച്ച് കൊടുത്താണ്ട് പങ്കാളികളെയും, അല്ലെങ്കിൽ ചില നാട്ടിൽ പായസം ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പരിപാടിക്ക് പായസം കൊടുക്കേണ്ടതാണ്. അങ്ങാടിയിൽ നിന്ന് കുറേ ആൾക്കാരെ പായസം കുടിച്ചാണ്ട് പോരാ വിചാരിച്ചാണ്ട് പോകും. ആ സമയത്ത് ഫോട്ടോ എടുത്താണ്ട് വിടും. അപ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് വിചാരിച്ചണ്ട. വളരെ 17, 18 ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ. ഇനി എവിടെ നിങ്ങൾ പോയി നോക്കണ്ടി? ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഇന്നാളെ നമ്മൾ പറഞ്ഞില്ല, മാവൂര് നടന്ന് 12, 13 ആൾക്കാർ അതിനുള്ളൂ. നിങ്ങളൊരു ഗതികേടാലേ ചോദിക്കേ. ഇങ്ങള് കുടുങ്ങിയ തന്നെ ചങ്ങായിമാരെ. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള പോവാണ്.